ഹേ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബീഫും കൂർക്കയും കൂടി ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 സവാള നീളത്തിൽ കട്ട് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞത്, 1 പച്ചമുളക്, 1 തക്കാളി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഞാൻ ഒട്ടും ഒഴിച്ചിട്ടില്ല. ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് കുത്തൊന്നും പോകണ വരെ നമുക്കതൊന്ന് ഒപ്പിച്ചെടുക്കാം. വീട്ടിൽ പൊടിച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കേണ്ടത് അതിൻ്റെ കൂടെ. ഈ മസാല നമുക്കൊരു പാനിലോട്ട് മാറ്റാം, ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ആ പാനിലോട്ട്, സെയിം പാനിലോട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് കരിവേപ്പിലയും പിന്നെ നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല അതും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫും അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു ബൗള് കൂർക്ക നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുക്കണ്ട്. നമ്മുടെ ബീഫും കൂർക്കയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ചെറുതീയിലൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബീഫും കൂർക്കയും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.